ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ ചികിത്സയെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. അതിൻ്റെ ചാച്ചന് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നിട്ട് ഞങ്ങൾ അവഗണിച്ചത് മൂലം വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ അത് എല്ലാവർക്കും ഉപകാരമാകുമെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുമായി വന്നത്. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു 1.5 മാസം മുന്നെയാണ് എൻ്റെ ചാച്ചന് ഇങ്ങനെ ഒരു പ്രോസ്റ്റേറ്റിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങിയത്. യൂറിനേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ യൂറിനറി ഇൻഫെക്ഷനാണ് എന്ന് പറഞ്ഞ് മരുന്ന് തന്നു. പക്ഷേ അത് കഴിച്ചിട്ടൊന്നും മാറ്റം ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ 2-3 തവണ ഡോക്ടറെ വിസിറ്റ് ചെയ്തെങ്കിലും അതിനൊന്നും ഒരു മാറ്റം വന്നില്ല. അവസാനം ഡോക്ടർ പറഞ്ഞു ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ അങ്ങനെ സ്കാനിങ്ങിലൂടെ വ്യക്തമായി ചാച്ചന് പ്രോസ്റ്റേറ്റിന് വീക്കമുണ്ടെന്ന്. അപ്പോൾ അതിനാൽ അവിടെ തുടർന്ന് ചികിത്സിക്കാൻ സൗകര്യമില്ലാത്തതിനാൽ ഞങ്ങളൊരു യൂറോളജിസ്റ്റിൻ്റെ സഹായം തേടി. അപ്പോൾ അദ്ദേഹം ഉള്ളു പരിശോധിക്കുകയും പ്രോസ്റ്റേറ്റിൻ്റെ ഭാഗത്ത് കട്ടിയായിട്ട് തടിപ്പുണ്ട് എന്ന് പറയുകയും ചെയ്തു. അതിനെ തുടർന്ന് ബയോപ്സി എടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ ബയോപ്സി എടുത്തു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ചാച്ചന് ക്യാൻസറിൻ്റെ 4ാം സ്റ്റേജാണ് എന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരു 5 അല്ലെങ്കിൽ 6 വർഷം കൊണ്ട് തുടങ്ങിയതാണ്. പതിയെ പതിയാണ് ഇതിൻ്റെ സിംറ്റംസൊക്കെ പ്രോഗ്രസീവ് ആകുന്നത്. ഒന്നുകിൽ അവഗണിച്ചു, അല്ലെങ്കിൽ അത് കാര്യമാക്കിയില്ല, പുറത്തേക്ക് വന്നില്ല എന്നാണ് പറഞ്ഞത്. ചാച്ചന് ഈ പറഞ്ഞ പോലെ ഒരു 4 വർഷം മുന്നേയൊക്കെ ചെറുതായിട്ട് നടുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വലിയ കാര്യമാക്കിയില്ല. പ്രായത്തിൻ്റേതാണ്. ഇപ്പോൾ 73 വയസ്സാണുള്ളത്. അപ്പോൾ പ്രായത്തിൻ്റേതാണ് എന്ന് കരുതി നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്തത്. പക്ഷേ അത് ഇതിൻ്റെ തുടക്കമായിരുന്നു. അന്ന് തന്നെ ഇത് ചികിത്സ ചെയ്യുകയോ അല്ലെങ്കിൽ PSA എന്ന് പറയുന്നൊരു ടെസ്റ്റുണ്ട്. ഇതിന് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കാനായിട്ട് PSA ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റുണ്ട്. അത് ചെയ്ത തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു. അടുത്ത വീഡിയോയുമായിട്ട് പാർട്ട് 2 അടുത്ത വീഡിയോയിൽ വരാം.